ദീപേ, നീ രാവിലെ ഒരുങ്ങിട്ട് എങ്ങട്ടാ? കൊച്ചിന്റെ തുണിയൊക്കെ അലക്കാൻ കിടക്കുന്നു. ഞാൻ ഇന്ന് മുതൽ ജോലിക്ക് റീജോയിൻ ചെയ്യാൻ പോവാ. എന്റെ മെറ്റേണിറ്റി ലീവ് കഴിഞ്ഞിട്ട് തന്നെ ഇപ്പൊ മാസങ്ങളായി. അല്ല, നീ ജോലിക്ക് പോയാ കൊച്ചിനെ ആര് നോക്കുമെന്ന് വെച്ചിട്ടാ? അമ്മ, ഒരു 3 മാസത്തെ കാര്യമല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് അവനെ പ്രീ സ്കൂളിൽ ചേർത്തൂടെ? അതുവരെ ഒന്നാമത് എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ അസുഖങ്ങളുണ്ട്. ഇനി കൊച്ചിന്റെ പിറകെ ഓടി എവിടെങ്കിലും വീണ് വല്ലതും പറ്റിയാ എന്നെ ആര് നോക്കും? എനിക്ക് എന്തായാലും ഒറ്റയ്ക്ക് പറ്റില്ല. ഇപ്പൊ എന്റെ മുന്നിൽ വേറെ വഴിയൊന്നുമില്ല. ഇപ്പൊ പോയില്ലെങ്കിൽ എന്റെ ജോലി പോകും. മെറ്റേണിറ്റി ലീവിന്റെ കാലാവധിയൊക്കെ കഴിഞ്ഞു. പിന്നെ ശ്രീക്കും വേറെ എതിരഭിപ്രായമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ... അവനല്ല, ഈ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാ. മോളൊരു കാര്യം ചെയ്യ്, ഈ പ്രായത്തിലുള്ള കുട്ടികളെയൊക്കെ നോക്കുന്ന ഡേ കെയർ ഇല്ലേ, അവനെ അങ്ങോട്ടാക്ക്. അമ്മ, രാവിലെ 10 തൊട്ട് 5 വരെ കുഞ്ഞിനെ നോക്കുന്ന കാര്യമല്ലേ ഉള്ളൂ. പിന്നെ ഡേ കെയറിൽ ക്യാഷ് കൊടുക്കുന്ന കാര്യം പറഞ്ഞാൽ ശ്രീയും അത് സമ്മതിക്കത്തില്ല. ആ, എന്നാ പിന്നെ ഒരൊറ്റ വഴിയേ ഉള്ളൂ. മോള് ജോലിയൊക്കെ രാജിവെച്ചേക്ക്. കുട്ടി സ്കൂളിൽ പോകാറായിട്ട് ആലോചിക്കാം. അമ്മ പറഞ്ഞാൽ എന്താ തെറ്റ് ദീപേ? അമ്മ മാത്രം എങ്ങനെയാണ് കൊച്ചിനെ നോക്കുന്നത്? അവനാണെങ്കിൽ 10 മിനിറ്റ് ഒരിടത്ത് അടങ്ങിപ്പോലും ഇരിക്കില്ല. പിന്നെ അവന് സമയത്ത് ആഹാരം കൊടുക്കണം. പിന്നെ അവൻ്റെ കുസൃതി നിനക്ക് അറിയാവുന്നതല്ലേ. ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്ത് എൻ്റെ സ്വപ്നങ്ങളൊക്കെ മറന്ന് ഇവിടെ ജീവിക്കണമായിരിക്കും അല്ലേ? രാവിലെ തൊട്ട് അവൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി രാത്രി ഒന്ന് നടന്ന് നിവർക്കുമ്പോൾ എന്ത് വേദനയാണെന്നറിയോ? എൻ്റെ സ്റ്റിച്ച് പഴുത്തപ്പോൾ പോലും നിങ്ങളുടെ അമ്മ ഒന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ദീപേ, നീ ഒരു അമ്മയാണ്, ഒരു ഭാര്യയാണ്. കുടുംബത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് നിൻ്റെ ഉത്തരവാദിത്വമാണ്. നീയാണോ കണക്ക് പറയുന്നത്? ശ്രീ കൂടെ എന്നെ ഇങ്ങനെ മനസ്സിലാക്കാതെ സംസാരിക്കല്ലേ. ഒരു ഭാര്യ എന്ന നിലയിൽ, ഒരു കുഞ്ഞിൻ്റെ അമ്മ എന്ന നിലയിൽ എനിക്ക് കടമയുള്ള ഉത്തരവാദിത്വം ഉണ്ട്. അതൊക്കെ ഞാൻ ചെയ്യുന്നുമുണ്ട്. അതുപോലെ എനിക്ക് എൻ്റെതായ സ്വാതന്ത്ര്യങ്ങളുണ്ട്. അതിലൊന്നായി ജോലിക്ക് പോകുന്നത്. ഒരു 3 മാസമല്ലേ ശ്രീ ഞാൻ ചോദിക്കുന്നുള്ളൂ. അതുവരെ അമ്മയ്ക്ക് കുഞ്ഞിനെ നോക്കിയാൽ എന്താ? നീ തന്നെ പറഞ്ഞല്ലോ ആകെ ടയർഡാണ്. ഒരു ഗ്യാപ്പ് എടുത്താൽ നിനക്കൊരു റെസ്റ്റ് ആവൂലേ? ആ ഗ്യാപ്പ് ജീവിതകാലം മുഴുവൻ ഗ്യാപ്പ് ആവുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. പിന്നെ ജോലിക്ക് പോകുന്ന എൻ്റെ ചോയ്സാണ്, എൻ്റെ ഫ്രീഡം ആണ്. ഇത് ഞാൻ പഠിച്ച് വാങ്ങിയ ജോലിയാണ് ശ്രീ. ഇപ്പോൾ ഒരു ജോലി കിട്ടാൻ എത്രത്തോളം സ്ട്രഗിൾ ചെയ്യണമെന്ന് ശ്രീക്കും അറിയുന്നതല്ലേ. അതുകൊണ്ട് എനിക്കിതിന് പോയേ പറ്റൂ. കുഞ്ഞിനെ കളഞ്ഞിട്ട് നീ ഒരു ജോലിക്കും പോകുന്നില്ല. നീ സമ്പാദിച്ചുകൊണ്ട് വന്നാണ് ഇവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്നുള്ള വിചാരമൊന്നും നിനക്ക് വേണ്ട. അതുകൊണ്ട് അമ്മയുടെ അതേ തീരുമാനമാണ് എനിക്ക്. അത് കേട്ടാൽ മതി. പറയടി, എന്തൊക്കെയുണ്ട് വിശേഷം? ഡി, നീ കരയാണോ? അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താടി? അവരെന്തൊരു തള്ളയാടി. നീ ജോലിയിട്ട് എന്തോരം കഷ്ടപ്പെട്ടതാ. അതെങ്കിലും അവർക്കൊന്ന് ഓർത്തൂടായിരുന്നോ? എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ചേച്ചി. ഒരുപക്ഷെ നമ്മുടെ അമ്മ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ അമ്മയെങ്കിലും എൻ്റെ കുഞ്ഞിനെ നോക്കുമായിരുന്നല്ലേ ചേച്ചി? അത് ശരിയാടി. ഞാനും എപ്പോഴും നമ്മുടെ അമ്മയെ ഓർക്കാറുണ്ട്. നീ കേട്ടിട്ടില്ലേ, 10 അമ്മ ചമഞ്ഞാലും പെറ്റമ്മ ആവില്ലെന്ന്. സ്വന്തം അമ്മയ്ക്ക് തുല്യമാവാൻ അമ്മയ്ക്ക് മാത്രമേ കഴിയൂ. പിന്നെ കുത്തുവാക്കൊണ്ട് നോവിക്കാനാണെങ്കിൽ അതെല്ലാവർക്കും പറ്റും. സത്യ ചേച്ചി. പക്ഷെ എനിക്കിപ്പോൾ അതുപോലും ചെയ്യാൻ പറ്റുന്നില്ല. എടി, നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. കുഞ്ഞിന്റെ കാര്യമല്ലേ, അവനെ ഞാൻ നോക്കിക്കോളാം. നീ ചേച്ചിയുടെ അടുത്ത് കൊണ്ടാക്ക്. നീ ധൈര്യമായിട്ട് ജോലിക്ക് വെക്കോ. ശരി ചേച്ചി. ശരി. അവൾ കുഞ്ഞിനെ നോക്കി എന്താ കുഴപ്പം? അവൾക്ക് എൻ്റെ കുഞ്ഞ് സ്വന്തം കുഞ്ഞിനെ പോലെയാ. നിന്റെ ചേച്ചിയുടെ വീട്ടിലാക്കിയിട്ട് പോകുന്ന കാര്യമാണെങ്കിൽ നടക്കില്ല. വേറെ ആരുമല്ലല്ലോ, എൻ്റെ ചേച്ചിയല്ലേ. അവൾ എൻ്റെ കുഞ്ഞിനെ നോക്കിയെന്ന് പറഞ്ഞ് എന്താ ഇപ്പൊ കുഴപ്പം? നിന്റെ ചേച്ചിയൊക്കെ ആയിരിക്കും, പക്ഷേ ഇവിടുത്തെ കുഞ്ഞ് ഇവിടെ ഉള്ളവരുടെ സംരക്ഷണയിൽ വളർന്നാൽ മതി. അല്ലെങ്കിലേ വല്ലാത്ത കാലം. ആരെയാ വിശ്വസിക്കുക? അമ്മയല്ലേ പറഞ്ഞ കുഞ്ഞിനെ ഡേ കെയറിലാക്കാൻ. പിന്നെ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ? ദീപേ, നീ ഒച്ച ഉറക്കി. നീ എന്തിനാ വെറുതെ ഒരു പ്രശ്നത്തിന് നിൽക്കുന്നത്? അമ്മ പറഞ്ഞതാ ശരി. നമ്മുടെ കുഞ്ഞ് ഇവിടെ തന്നെ വളർന്നാൽ മതി. എന്തായാലും നിന്റെ ചേച്ചിയുടെ വീട്ടിൽ വിടുന്നില്ല. നീ ഒരു അമ്മയല്ലേ ദീപേ? ഇവിടെ ഓരോരുത്തർ കുട്ടികളില്ലാതെ വിഷമിക്കുക. കുട്ടികൾക്ക് സ്നേഹവും സംരക്ഷണവും വേണ്ടത് ഇപ്പോഴാണ്,
അല്ലാതെ അവർക്ക് 18 വയസ്സായി നമുക്കൊക്കെ റിട്ടയർമെൻറ്റ് ടൈമിലല്ല. അവർക്ക് നല്ലതും ചീത്തയും പറഞ്ഞു കൊടുത്ത് വളർത്താനും അവരെ ശകാരിക്കാനും അവരെ സ്നേഹിക്കാനും അവർക്ക് ആഹാരം കൊടുക്കാനും പേരൻസ് എന്ന നിലയിൽ നമ്മൾ അവൈലബിൾ ആയിരിക്കണം. കുഞ്ഞിനെ ഇവിടെ നോക്കുന്ന പോലെ വേറെ ആര് നോക്കിയാലും ശരിയാവില്ല. ശ്രീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ എൻ്റെ ചേച്ചി എന്താ ഈ കുടുംബത്തിലുള്ളതല്ലേ? നിന്നോട് തർക്കിക്കാൻ എനിക്കിപ്പോൾ സമയമില്ല. എന്നാ ചായ. നീ എന്ത് തീരുമാനിച്ചു? അമ്മയും മോനും പറയുന്നതായിട്ട് ജീവിക്കാനാണോ? ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ ചേച്ചി? അവരുടെ കുടുംബത്തിലെ പെണ്ണുങ്ങളെല്ലാം വീട്ടു ജോലിയും ചെയ്ത് കൊച്ചിനെ നോക്കി വീട്ടിലിരിക്കണമെന്ന അങ്ങനത്തെ ഒരു പഴയ മെന്റാലിറ്റി അവർക്ക്. പക്ഷെ അവനെങ്കിലും നിന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചു. ബെസ്റ്റ്. അയാൾക്ക് അയാളുടെ അമ്മ പറയുന്നതിനേക്കാൾ ഒന്നുമില്ല ചേച്ചി. നേരത്തെ കൊച്ചിനെ ഡേ കെയറിൽ വിടാന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇപ്പൊ പറയുന്ന അത് വേണ്ട, കുഞ്ഞ് വീട്ടിൽ തന്നെ നിന്നാ മതിയെന്ന്. എന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കി എന്നോട് നല്ല രീതിയിലൊന്ന് പെരുമാറിയിരുന്നെങ്കിൽ എന്ത് ആശ്വാസമാവുമായിരുന്നു. എനിക്ക് നിന്റെ അടുത്ത് ഒരു കാര്യമേ പറയാവുള്ളൂ. എപ്പോഴും ഈ അവസരം കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ടേ അവരും ഇവരും പറയുന്നൊന്നും കേട്ടോണ്ടിരിക്കാതെ എങ്ങനെയെങ്കിലും ജോലിക്ക് പോവാൻ നോക്ക്. ദീപേ, ഞാൻ കുളിക്കുവാ. എവിടെ പോകുന്നു? നീ ഇത് രാവിലെ എവിടെ പോകണം? ഞാൻ ഇന്നോട്ട് ജോലിക്ക് ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു. ജോലിക്കാ? നിന്റെ അടുത്ത് ഇപ്പോൾ പോണ്ടെന്നല്ലേ പറഞ്ഞു? ആരത്തെ ചോദിച്ചിട്ട് പോന്നു? നിങ്ങളോട് ചോദിച്ചിട്ടാണോ എൻ്റെ വീട്ടുകാരെന്നെ പഠിപ്പിച്ചത്? അപ്പൊ കൊച്ചിന്റെ കാര്യം ആര് നോക്കും? ദീപ, നീ ഇത് എന്തൊക്കെയാ കാണിക്കുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എടാ, നിനക്ക് മനസ്സിലായില്ലേ? നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവക്ക് ജോലിയാ വലുത്. വാ വാ, കേറി വാ. ഇതാരാ? ഇനി നിങ്ങൾ അതിന് കുഞ്ഞിന്റെ കാര്യോർത്ത് വിഷമിക്കണ്ട. ഇനിയുള്ള 3 മാസത്തേക്ക് ഇയാൾ കുഞ്ഞിനെ നോക്കിക്കോളും. ശ്രീ ടെൻഷൻ അടിക്കണ്ട, അയാൾക്കുള്ള ശമ്പളം ഞാൻ കൊടുത്തോളാം. പിന്നെ അമ്മയ്ക്ക് ഇനി എൻ്റെ കുഞ്ഞിനെ പുറത്തു വിടുന്ന പരാതി മാറി കിട്ടിയല്ലോ. മോനെ സ്കൂളിലാകുന്നത് വരെ നോക്കാൻ ഞാൻ ഹയർ ചെയ്ത നാനിയാണിത്. എന്താ ഇത്? ഇന്ന് കണ്ട ഇവനെ വിശ്വസിച്ച് കൊച്ചിനെ ഏൽപ്പിച്ച് പോവാ നീയ? അമ്മ ഇനി അടുത്ത കുറ്റം കണ്ടുപിടിച്ചുകൊണ്ട് വരണ്ട. അമ്മയ്ക്ക് അവന്റെ പുറകെ ഓടി നടക്കാനല്ലേ പാട്. അമ്മ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി.